ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്തത് വളപ്പിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. പിന്നെ കഞ്ഞിവെപ്പും കറിവെപ്പും ഒക്കെയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളണം. ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം ഇന്ന് വീഡിയോയിലേക്ക്. സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കലൊക്കെയാണ്. ഇന്ന് കാട് വെട്ടാനും പുല്ല് പറിക്കാനും ആളുണ്ട്. അപ്പോൾ കഞ്ഞിയും കറിയും കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരുക്കങ്ങളുമുണ്ട്, ഇവിടെയും ഉണ്ട്. അപ്പോൾ വരികയാണ് ചുറ്റുന്നും. അപ്പോൾ ഈ പുല്ലിനെ പിഴുത് മാറ്റിയിട്ട് കാടൊക്കെ വെട്ടിത്തെളിച്ച് കരിയിലേനെയൊക്കെ ഒന്ന് മാറ്റി പോയാലല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം തേളുണ്ടാവും. അങ്കിളിനെ ഒരു കൊത്തിയതാ. അപ്പോൾ അതാണ് പണിയെന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാനത് ഇത് പറിക്കണേന് മുമ്പ് കാട്ടി തരേണ്ടതായിരുന്നു. ആ കരിയിലയുടെ മേലെ അങ്ങോട്ട് പൊതിഞ്ഞ് കിടക്കായി മലഞ്ചീര. ഇത് തിന്നാൻ കൊള്ളില്ല എന്ന് കേട്ടോ ഇപ്പോൾ കണ്ടെത്തിയേക്കണത്. ആദ്യം ഇതൊക്കെ എല്ലാവരും എല്ലാവരും എന്നല്ല, കുറച്ച് പേരൊക്കെ ഇത് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിന് വെള്ളം ആഗിരണം ചെയ്ത് വെക്കാൻ ഒരുപാട് കഴിവുണ്ടത്രേ. അപ്പോൾ ഈ സംഭവം നമ്മുടെ കിഡ്നിയെ ബാധിക്കുമെന്നോ എന്തൊക്കെയോ പറഞ്ഞത്. അത് കഴിക്കാൻ കൊള്ളില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളത് പഠനം തെളിയിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അറിവനുസരിച്ച് ഞാൻ പറയുകയാണ്, ഇതാണ് സംഭവം. വെള്ളപ്പൂവാണതുമ്മ. ഇത് കണ്ടാൽ നമുക്ക് പൊന്നാങ്കണ്ണി പോലെ തോന്നും. എങ്കിലും പൊന്നാങ്കണ്ണിയുടെ പൂവ് ഇതിൻ്റെ ഇതുപോലല്ല. കാണിച്ചു തരാം. ഇവിടെ തന്നെയുണ്ട് പൊന്നാങ്കണ്ണി. ഇത് പൊന്നാങ്കണ്ണിയാണ്. ഇത് വെയിലിൽ നിൽക്കണ കാരണം നല്ല കളറിൽ വന്നേക്കണതാണ്. കണ്ടോ അതിൻ്റെ പൂവ് ഉണ്ടോ? ഇത് പടരുമില്ല. ഇത് നമുക്ക് 10-40 ദിവസം അടുപ്പിച്ച് തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിന് കാഴ്ച കൂടും എന്ന് പറയുന്നത്. തിമിരൻ ഉണ്ടാവില്ല എന്ന് പറയപ്പെടുന്നു. അറിവ് മാത്രമാണ് ഇത്. അപ്പോൾ എനിക്ക് കഞ്ഞിയും കറിയൊക്കെ വെപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ വരും, നോക്കും, പോകും. ഞാൻ കഞ്ഞി വെച്ചു. കഞ്ഞിക്ക് കറി തോരൻ, അച്ചിങ്ങ തോരനെ ഉണ്ടാക്കിയേക്കണത്. ഇവിടെയൊക്കെ ഇനി കരിയില നീക്കി കൂട്ടാനുണ്ട്. പിന്നെ എവിടെയൊക്കെ കാട് കയറി ഉണ്ടോ. ഇനി ഇതൊക്കെ പിഴുത് മാറ്റണം. പുല്ല് കണ്ടോ. ഞങ്ങൾ ആളെ നിർത്തി പറപ്പിക്കുള്ളൂ. മരുന്നടിച്ച് പെട്ടെന്ന് പോകും. അതിൽ വെട്ടിക്കളഞ്ഞാൽ വീണ്ടും പിടിയെന്ന് അറിയിച്ചു തരും. മരുന്നടിച്ച് കളഞ്ഞാൽ നമ്മുടെ മണ്ണിൻ്റെ ജീവാണു നഷ്ടമാകും. കാലത്തെ കഞ്ഞിക്ക് കറി തോരൻ പുറത്ത് കുറ്റിയച്ചിങ്ങ നല്ല രസമാണ്. ഒരു 2 വാരം പയറ് ഞങ്ങൾ ഇട്ടായിരുന്നതാണ്. പുഴുക്കേടുണ്ട്. ഈ ശരഭങ്ങളൊക്കെ വന്ന് മുട്ടയിടുന്ന കാരണം കൊണ്ടേ അതുങ്ങളുടെ തീറ്റയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിരുമ്പോൾ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ മുളി ഇത്തിരി എടുത്ത് വെക്കട്ടെ. ഇത് നല്ല ഇനമാണോ എന്തോ, എന്തായാലും ഇരിക്കട്ടെ മുളി.
വിത്തിന് അവിടെ വീടിരിക്കുന്നിടത്ത് കുറച്ചുണ്ട്. അപ്പോൾ കുറച്ചുണ്ടതല്ല, ഒരു 4-5 കടയുള്ളൂ. അതിന് നന്നായിട്ടുണ്ടായി കണ്ടു. ഒരു ചെടിച്ചട്ടിയിൽ കിടമേന്ന് ഒരു പിടി അച്ചിങ്ങ കിട്ടി എനിക്ക്. ഇത് നന്നാക്കാൻ കുറേ സമയം പിടിക്കും. നല്ല രുചിയാ. ഏറ്റവും രുചി കൂടിയ അച്ചിങ്ങ ഇതാ. മണിപ്പയറൊക്കെ കൂടുതലുണ്ട്. ചെറിയ ഇനല്ലേ, ഒടിയനും കൂട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഇത് മറ്റേതുപോലെ അവിച്ചിൽ വരുന്നതല്ല കേട്ടോ. അത് വെച്ച പോലെ തന്നെ കുറയുന്നില്ല. ഇതൊന്നും ഞാൻ എടുക്കാനിരുന്നതല്ല. ഇവിടെ വന്നപ്പോഴാണ് അങ്കിളുടെ പേർക്ക് പറഞ്ഞു, അങ്കിൾ അതിങ്ങനെ എടുത്തുകൊണ്ടുവന്നു. അല്ലെങ്കിൽ ഞാനത് വീഡിയോയിലൂടെ എടുക്കുന്നത് കാണിച്ചേനെയായിരുന്നു. ഇനിയിപ്പോൾ എല്ലാം എടുത്തു കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത്രയെങ്കിലും കിട്ടിയത് ഭാഗ്യം. ഈ പന്നി കൊണ്ടോടയിൽ ഭേദമല്ലേ. പന്നി ഇതും കടിച്ചു വെച്ചിടും ഇതിൻ്റെ കട. നിങ്ങൾക്ക് ചില നേരം പ്രതി അതുങ്ങളിങ്ങ് വന്ന് കയറിയാൽ പിന്നെ അവിടെ ചക്ക പാകായി കിടക്കുന്നുണ്ട്. അത് എപ്പോഴാണ് കടിച്ച് ചവച്ച് തിന്നണേ ഒന്നുകൂടി ആവട്ടെ എന്ന് എഴുതി നിർത്തിയേക്കുകയാണ്. പണ്ടയം അത് എടുക്കായിരുന്നു. പിന്നെ ഈ ക്രിസ്മസും പിന്നെ പലവിധ കാര്യങ്ങളായതുകൊണ്ട് ചക്ക ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചക്ക അവിടെ ഇരിക്കും. അതുകൊണ്ട് പിന്നെ അങ്ങ് ഇടാന്ന് കരുതി. അടുത്ത ആഴ്ചയിൽ എന്തായാലും ഇടണം, അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഉപ്പിട്ട് കടപ്പത്ത് വയ്ക്കാമാണ്. തീ കത്തി പോണു. അപ്പോൾ കുറച്ചുകൂടി പൊളിക്കാനുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേനും ഇടാലോ. കാലത്തെ കഞ്ഞിക്ക് കറി, തോരൻ, പുറത്ത് കുറ്റിയച്ചിങ്ങ നല്ല രസമാണ്. ഒരു 2 വാരം പയറ് ഞങ്ങൾ ഇട്ടായിരുന്നതാണ്. പുഴുക്കേടുണ്ട്. ഈ ശരഭങ്ങളൊക്കെ വന്ന് മുട്ടയിടുന്ന കാരണം കൊണ്ടേ അതുങ്ങളുടെ തീറ്റയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിരുമ്പോൾ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ മുളി ഇത്തിരി എടുത്ത് വെക്കട്ടെ. ഉപ്പിട്ട് കടപ്പത്ത് വയ്ക്കാമാണ്. തീ കത്തി പോണു. അപ്പോൾ കുറച്ചുകൂടി പൊളിക്കാനുണ്ട്. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേനും ഇടാലോ. അച്ചിങ്ങ വേവായേ. അപ്പോൾ ഇനി ഞാൻ ഉള്ളി അരിഞ്ഞു. ഞാൻ ചതക്കട കുന്താണ്ടോന്ന് ഇവിടേക്ക് കൊണ്ടുവന്നില്ലായിരുന്നു. അച്ചിങ്ങ വെന്തു. നല്ല രുചിയായി അച്ചിങ്ങയ്ക്ക്. ഇതുപോലത്തെ ഈ കുറ്റിപ്പയർ വെച്ച് തിന്നണം. എന്നാലേ നമ്മുടെ പഴയ കാലത്തെ ഓർമ്മകളിലേക്ക് നമ്മുടെ മനസ്സ് പോവുകയുള്ളൂ.
അതുപോലെ തന്നെ കപ്പയായാലും എന്ത് രുചിയായി ഇന്ന് വെച്ച് കപ്പ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നല്ല രുചിയായിരുന്നു എന്ന് അങ്കിൾ പറയുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളി അരിഞ്ഞു വെച്ചേക്കണത് വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാഞ്ഞു തുടങ്ങി. ഉള്ളി ഇടാമാണ്. ഉള്ളി ഇട്ടു. ഇത് ഞാൻ ഇപ്പോൾ 2 കറിക്കായിട്ടാണ് ഉള്ളി ഇങ്ങനെ ഇട്ടേക്കണത്. വേറെയും കറി ഉണ്ടാക്കണം, പണിക്കാർക്ക് ചോറ് കൊടുക്കണേ. അപ്പോൾ വേറെയും കറിയൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് മൂത്ത് വന്നു കഴിയുമ്പോൾ മുളക് പൊടി ഇടാമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. മൊബൈൽ മേക്കടെ ഒരു ഉറുമ്പ് ഓടി കിടക്കും ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ചട്ടിക്കലത്ത് മേക്കടെ ഓർഡർ പോലെ തോന്നുക. അതാണ് ഞാൻ മിണ്ടാതിരുന്നത് കേട്ടോ. മുളക് പൊടി ഇട്ടു. അച്ചിങ്ങ ഉലത്തിയെടുത്തു. കാലത്തെ കഞ്ഞിക്ക് ചമ്മന്തിയും തോരനുമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വീഡിയോ ഇനിയിപ്പോൾ വിളമ്പുന്നതും പിടിക്കുന്നതും കാണിക്കാനായിട്ട് അത് വേറെ പണിക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിനുള്ള തിരക്കിലാണ് ഞങ്ങൾ. അത് എത്ര തോന്നണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറ്റിയച്ചിങ്ങയായിരുന്നു. ഈ പഴയ കാലത്തൊക്കെ നമ്മൾ കുറ്റിയച്ചിങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇതൊക്കെ തിന്ന കാലം മറന്നു എന്നുള്ളതാണ്. പണ്ടൊക്കെ ഓണത്തിനൊക്കെ നമുക്ക് ഇത് ഇഷ്ടംപോലെ കിട്ടുമല്ലോ. അപ്പോൾ